ഹലോ. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ചടപടേന്ന് പറഞ്ഞ് പണിയൊക്കെ തീർത്ത് ഉണ്ണിമോൾ ഒരു 7 മണിയായപ്പോഴത്തേനും ഉണ്ണിമോളെ ക്ലാസ്സിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഒരുങ്ങണേട്ടാ. എവിടെ പോകാനാണെന്നല്ലേ? നമ്മളൊന്ന് കൊടുങ്ങല്ലൂർ അമ്പലം വരെ പോവാണേ. അമ്മക്കൊരു നേർച്ചയുണ്ട്. അമ്മയ്ക്കല്ല, അമ്മ എനിക്ക് വേണ്ടി നേർന്ന നേർച്ച. അന്നത് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി വിളിക്കണം. അന്ന് അങ്ങ് തീർത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങണേണ്. ഇനി വീട്ടിൽ ചെന്ന് അമ്മനെയും കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അച്ഛനമ്മയ്ക്ക് എന്തൊക്കെയോ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കവറിലൊക്കെ ആക്കി ആൾ വരണുണ്ട് കേട്ടോ. പനിയൊക്കെ ആയിട്ട് ഇരിക്കണേണ്. എന്നാലും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വന്നതാണ്. അപ്പം നമ്മൾ അമ്പലത്തിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണല്ലോ നമ്മൾ ആ ആൽമരത്തിന്റെ ആ ഒരു വേരൊക്കെ ഇറങ്ങിയേക്കണ കാണാൻ. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ശർക്കര കൊണ്ടിട്ടുള്ളൊരു പറയൊക്കെ കാണുന്നത് കേട്ടോ. എനിക്ക് മഞ്ഞൾപ്പറയായിരുന്നു. അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത്. ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. ആ കുട്ടി ഒരു 3-4 പറയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു വലിയ നേർച്ചയായിരുന്നു തോന്നുന്നു. പിന്നെ ഞാൻ ആ മഞ്ഞൾപ്പറയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ തേങ്ങ ഉടയ്ക്കാനായിട്ടുണ്ടായിരുന്നു സ്ഥലപാലകന്റെ മുന്നിൽ. പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി തേങ്ങയൊക്കെ പൊതിച്ചിറക്കി. ആദ്യം ഞാൻ തേങ്ങ പൊട്ടിച്ചത് പൊട്ടിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കപ്പോൾ എന്തോ ഒരു ടെൻഷനായി. എൻ്റെ കയ്യിന് വയ്യാത്ത കാരണം ഞാൻ ആഞ്ഞടിച്ചില്ല, അതാണ് പൊട്ടാതിരുന്നത് കേട്ടോ. രണ്ടാമത്തെ ആ ചേട്ടൻ എനിക്ക് ഉഴിഞ്ഞൊക്കെ തന്നു അങ്ങനെ പൊട്ടിയിട്ട. ഒരു ചേച്ചി വാളും കൊണ്ട് പോകണുണ്ട്. വാളും ചിലമ്പോൾ ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആ നേർച്ചയാണ്. അങ്ങനെ ഞങ്ങൾ ചുറ്റമ്പലമൊക്കെ ഒന്ന് വലം വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അരവണ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം വാങ്ങിക്കാണ്ട് ഞാൻ ഒരു പ്രാവശ്യം പോലും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി വരുമ്പോൾ പായസം വാങ്ങിക്കാണ്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കുന്ന സ്ഥലമുണ്ട് തിരുവഞ്ചിക്കുളം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൈലാസം ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ കുഞ്ഞ് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ചുമരിലൊക്കെ കാണാനായിട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ ഓട്ടോ ചേട്ടനും ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മൾ 3 പേരും പൂരി തന്നെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് അവിടുത്തെ കടലക്കറി ഇഷ്ടമായതാണ് സെപ്പറേറ്റ് ഒരു കടലക്കറിയും കൂടെ ഓർഡർ ചെയ്ത്. പിന്നെ ഈ സാധനങ്ങളുടെ നമ്മൾ